യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് കേന്ദ്ര സർക്കാർ. ഇനിയൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് അറിയിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം തങ്ങൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ ഇത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ കൂടി വിഷയമായതിനാൽ ഇടപെടുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്ന് കേന്ദ്രത്തിന് വേണ്ടി അറ്റോർണി ജനറൽ വാദിക്കുകയായിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലായാൽ അത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്നാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് പ്രതികരിച്ചത്. എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് കോടതി ആരാഞ്ഞു. അതിനുള്ള മറുപടിയാണ് തങ്ങൾ നിസ്സഹായരാണ് എന്ന മട്ടിലുള്ള കേന്ദ്രത്തിന്റെ പ്രതികരണം. ദിയാദനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങളുടെ സമ്മതം അറിയിച്ചിട്ടുണ്ട്. യമനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റും കണക്കിലെടുക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് കേന്ദ്ര സർക്കാരിന് പലതരം തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മതപുരോഹിതന്മാർ വഴിയും ചില ഷെയ്ഖുമാർ വഴിയുമാണ് ഇതുവരെയും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യമൻ ഭരണകൂടവുമായി നേരിട്ട് സംസാരിക്കുന്നതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ഈ വിഷയം കൈകാര്യം ചെയ്യാനാകൂവെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. ഇതോടെ നല്ലത് സംഭവിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാമെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. എന്നാൽ കേന്ദ്രം കൈയൊഴിയുമ്പോഴും തങ്ങളുടേതായ രീതിയിൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ഫോറവും മറ്റു ചിലരും. കഴിഞ്ഞ ദിവസം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ മതപുരോഹിതന്മാരുമായി ബന്ധപ്പെടുകയും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. യമനിലെ സുന്നി പണ്ഡിതൻ സയ്യിദ് ഉമർ ഹഫീസ് വഴിയാണ് തലാലിന്റെ കുടുംബാംഗങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. ദിയാദനം നൽകിയാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിലുള്ള അവസാന പ്രതീക്ഷ രാജ്യത്തിന്റെ ഇടപെടലാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോഴാണ് ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നയതന്ത്ര ഇടപെടൽ കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്നാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി ആളുകളും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം ഇനി എന്താണ് സംഭവിക്കുക എന്ന് വേദനയോടെ കാത്തിരുന്ന് കാണുകയേ വഴിയുള്ളൂ. അതിനിടെ നിമിഷപ്രിയ തന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് വൈകാരികമായി അഭ്യർത്ഥിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിലവിൽ നിമിഷപ്രിയ ജയിലിനുള്ളിൽ സഹതടവുകാർക്ക് വൈദ്യസഹായം നൽകി വരികയാണ്. നിമിഷപ്രിയ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ജയിലിലുള്ളവരും ഉദ്യോഗസ്ഥരും. ജയിൽ അധികൃതരുടെ സഹായത്തോടെ നിമിഷപ്രിയ ഇന്റർനാഷണൽ നിമിഷയുമായി നേരിട്ടുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. യമനി നിയമപ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ സാധിക്കും. കൊലപാതക കേസുകളിൽ യമനി നിയമം 2 ഫലങ്ങളാണ് അംഗീകരിക്കുന്നത്. ഒന്ന് ഖിസാസ്, കണ്ണിന് പകരം കണ്ണ്, അതായത് വധശിക്ഷ. അല്ലെങ്കിൽ ദിയ അഥവാ നഷ്ടപരിഹാരം. നഷ്ടപരിഹാരം വാങ്ങി മാപ്പ് നൽകുക എന്ന സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം അത്ഭുതം പ്രതീക്ഷിക്കുകയാണ് പലരും. ഇനി പറയാൻ പോകുന്നത് നിമിഷപ്രിയയ്ക്ക് യമനിൽ സംഭവിച്ചത് എന്ത് എന്ന പഴയ കാര്യത്തെക്കുറിച്ചാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ കഥ വീണ്ടും പറയുന്നത്. 2009 പാലക്കാട് കൊല്ലങ്കോട്ടുകാരിയായ നിമിഷപ്രിയ യമനിൽ ജോലിക്കെത്തിയത്. 2012 തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം കഴിച്ചു. വൈകാതെ ടോമിയും യമനിലെത്തി. അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു. മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായാണ് 2014 നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തുന്നത്. യമനിൽ വെച്ച് പരിചയപ്പെട്ട ഇവരുടെ സുഹൃത്തു കൂടിയായിരുന്ന തലാൽ അബ്ദുമഹദിയും ഇവർക്കൊപ്പം നാട്ടിലേക്കുള്ള യാത്രയിൽ കൂട്ടിനുണ്ടായിരുന്നു. സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു. യമനിൽ യമൻ പൗരന്മാരുടെ ഉത്തരവാദിത്തത്തിൽ അല്ലാതെ സ്ഥാപനങ്ങൾ തുടങ്ങാനാകില്ല. ഇതിനാലാണ് മെഹദിയുടെ സഹായം ഇവർക്ക് വേണ്ടി വന്നത്. ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും തലാൽ ഒരിക്കലും ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. നാട്ടിലെത്തിയ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. ക്ലിനിക്കിന് ആവശ്യമായ പണം സ്വരൂപിച്ച ശേഷം യമനിലേക്ക് മടങ്ങാനായിരുന്നു ടോമിയുടെ പദ്ധതി. എന്നാൽ സൗദി യമൻ യുദ്ധത്തെ തുടർന്ന് ടോമിയുടെ യാത്ര മുടങ്ങി. 2015 നിമിഷപ്രിയയും മെഹദിയും ഒരു ഡോക്ടറും സ്റ്റാഫും ചേർന്ന് സനായിൽ ക്ലിനിക് ആരംഭിച്ചു. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി പെരുമാറിയിരുന്ന തലാലിന്റെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി. ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണ് എന്ന് തലാൽ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു എന്നാണ് വിവരം.
പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി. പാസ്പോർട്ട് തട്ടിയെടുക്കുകയും നിമിഷപ്രിയയുടെ പക്കലുണ്ടായ സ്വർണം വിൽക്കുകയും ചെയ്തു തലാൽ. സഹിക്കാൻ വയ്യ എന്ന ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി. ഇതോടെ തലാൽ നിമിഷപ്രിയയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് നിമിഷപ്രിയ നേരത്തെ ജോലി ചെയ്തിരുന്ന ഹെൽത്ത് സെന്റർ ഉടമ തന്റെ ബിസിനസ് നഷ്ടമായി എന്നതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത്. നിമിഷപ്രിയ തന്റെ കുടുംബത്തോട് പറഞ്ഞതനുസരിച്ച് അവരുടെ മുൻ തൊഴിലുടമയ്ക്ക് 33%, മെഹദിക്ക് 67% ഷെയറുകളുള്ള തരത്തിൽ ക്ലിനിക്കിന്റെ ഉടമസ്ഥാവകാശ കരാർ ഒപ്പിടാൻ നിർബന്ധിതയായി. മെഹദി അതിന്റെ വരുമാനം നിമിഷപ്രിയയുമായി പങ്കിടാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ബിസിനസ്സിൽ വലിയ വിള്ളലുകളുണ്ടായി. കേസ് കോടതിയിലെത്തി. താനും നിമിഷപ്രിയയും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന വ്യാജരേഖകൾ മെഹദി പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി. ഇതോടെ മെഹദിയുടെ വാദം അംഗീകരിച്ച് കോടതി കേസ് തീർപ്പാക്കി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മെഹദി തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് തുടർന്നുവെന്നും സുഹൃത്തുക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചതായും നിമിഷപ്രിയ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ബിസിനസ് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമോ വരുമാനമോ മാത്രം നിമിഷപ്രിയയ്ക്ക് ലഭിച്ചില്ല. ലഹരിമരുന്നിന്റെ അടിമയായ മെഹദി നിരവധി തവണ ജയിലിൽ പോയിട്ടുള്ളയാളാണ്. ഒരു കേസിൽ മെഹദി ജയിലിലായിരുന്നപ്പോൾ നിമിഷപ്രിയ ജയിലിൽ സന്ദർശിക്കുകയും യാത്രാരേഖകൾ തിരികെ ചോദിക്കുകയും ചെയ്തു. അതിന് മെഹദി തയ്യാറായില്ല. നിമിഷപ്രിയയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായം വാഗ്ദാനം ചെയ്തു. വിവാഹമോചന രേഖയിൽ ഒപ്പിടാനും പാസ്പോർട്ട് വീണ്ടെടുക്കാനും സഹായിക്കാമെന്നാണ് ആ ഓഫീസർ പറഞ്ഞത്. കൂടാതെ മെഹദിക്ക് മയങ്ങാനുള്ള മരുന്ന് നൽകാനും നിർദ്ദേശിച്ചു. 2017 ജൂലൈയിൽ അണുബാധയെ തുടർന്ന് മെഹദി രോഗബാധിതനായി. തുടർന്ന് നിമിഷപ്രിയ മെഹദിക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചു. ക്ലിനിക്കിൽ ജോലി ചെയ്ത കാലത്ത് പരിചയമുള്ള ഹനാൻ എന്ന യമനി നേഴ്സും സഹായത്തിനായി ഉണ്ടായിരുന്നു. അമിത ഡോസ് മെഹദിയുടെ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിച്ചു. ഇതൊരിക്കലും നിമിഷപ്രിയ പ്രതീക്ഷിച്ചതേയല്ല. ഉദ്യോഗസ്ഥന്റെ സഹായ വാഗ്ദാനം തേടിയെങ്കിലും ആ ഉദ്യോഗസ്ഥൻ കൈമലർത്തി. മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണിയിലിട്ടു. ദുർഗന്ധം വമിച്ചതോടെ സമീപങ്ങളിലുള്ളവർ പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെയാണ് മെഹദിയുടെ കൊലപാതകം പുറത്തറിയുന്നത്. ഇതിനിടെ നിമിഷപ്രിയ 200 കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. തലാലിനെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടതോടെ ആശുപത്രി അധികൃതർ നിമിഷപ്രിയയെക്കുറിച്ച് പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെ 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും അറസ്റ്റിലായി. തുടർന്ന് 2018 മെഹദിയുടെ കൊലപാതകത്തിന് നിമിഷപ്രിയയെ വിചാരണ ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഈ വിചാരണയും നീതിപൂർവമായിരുന്നില്ല. വിചാരണ പൂർണ്ണമായും അറബിയിലായിരുന്നതിനാൽ യാതൊന്നും തന്നെ കോടതിയിൽ നടക്കുന്നത് നിമിഷപ്രിയയ്ക്ക് മനസ്സിലായില്ല. ഭാഷ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ദ്വിഭാഷിയെ നൽകാനും കോടതി അധികൃതർ തയ്യാറായില്ല. എന്തിന്, നല്ലൊരു അഭിഭാഷകന്റെ സഹായം പോലും നിമിഷപ്രിയയ്ക്ക് നിഷേധിക്കപ്പെട്ടു. തുടർന്ന് വർഷങ്ങളായി ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. എന്തായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ അവസാന നിമിഷം എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആളുകൾ. കാരണം 16-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ വിധിക്കുമെന്ന് യമനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ദിയാദനം സ്വീകരിച്ച് യമൻ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുമോ? വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് നിമിഷപ്രിയ നാട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് ഇപ്പോൾ കേരളീയരുടെ ചോദ്യം.